ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദുബായിലെ പീകോക്ക് പാർക്കിനെ പറ്റിയാണ്. നമ്മുടെ ഇതിനു മുമ്പുള്ള 2 വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു ദുബായ് പീകോക്ക് പാർക്കിലേക്ക് എങ്ങനെ പോകാം, പിന്നെ അവിടെ എന്താണ് കാണാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലൈക്ക് ഓൾമോസ്റ്റ് മൈൻഡ് റിലാക്സ് ആക്കാനും നമ്മൾ പ്രകൃതിയായിട്ട് കുറച്ചു നേരം ഇടപഴകാനും പറ്റിയൊരു കറക്റ്റ് ലൊക്കേഷനാണ്. ഇപ്പൊ അവിടെ മൊയില് ഇത് മാത്രമല്ല കാണാനുള്ളത്, അവിടെ ഒരു കാട് പോലെ സെറ്റ് ചെയ്തേക്കണത്, അത് കാണാനും ഒരു സ്പെഷ്യൽ വൈബ്. സോ അങ്ങനെ ഞാനും മാളും കൂടി അങ്ങോട്ടേക്ക് പോവാന്നുള്ളൊരു പ്ലാൻ ചെയ്തു. ബട്ട് കുറച്ച് ഞാൻ പോയി കഴിഞ്ഞപ്പോ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ മാളുവിനെ കാണാനില്ല. അവിടെ പറഞ്ഞു വെച്ചു പൊക്കോ, ഞാനില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനും നോക്കി കഴിഞ്ഞപ്പോ പിന്നെ അധികം അങ്ങോട്ട് പോകണ്ട, ലൈക്ക് ഇനി എന്തെങ്കിലും പാമ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ വേണ്ട, വെറുതെ പണി ചോദിച്ചു വാങ്ങണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അധികം പോയില്ല. ഞങ്ങൾ അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കൂടെ 2 പേരും കൂടി ജോയിൻ ചെയ്തു. അവരാരാ ഏതാണെന്നും നമുക്കറിയില്ല. അവര് നോക്കി കഴിഞ്ഞപ്പോ നമ്മളെന്താ കാട്ടിന്ന് ഇറങ്ങി വരണേ ഞാൻ. അപ്പൊ അവര് വിചാരിച്ചു ഇനി അതിൻ്റെ ഉള്ളിൽ ഇനി എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മേ ബി അവര് നമ്മളെ നോക്കിയിട്ടുണ്ടാവും. ലൈക്ക് ഞാൻ സത്യം പറഞ്ഞോ, ഞാൻ എന്റെ മൈൻഡ് മൊത്തത്തിൽ റിലാക്സ് ആക്കിയത് അവിടെ പോയതിനു ശേഷം. സത്യം പറഞ്ഞ് തിങ്കൾ മുതൽ ശനി വരെ വർക്ക് ചെയ്തിട്ട് അതിന്റെ പ്രഷറും നല്ല രീതിയിലുണ്ടായിരുന്നു. സോ അതൊന്ന് റിലാക്സ് ആക്കണം, ആ ഒരൊറ്റൊരു ഉദ്ദേശത്തോടെ ഞാൻ സത്യം പറഞ്ഞ അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മാളുവിന് ഇങ്ങനെ അഡ്വഞ്ചർ ടൈപ്പിലൊന്നല്ലട് പോവാനും ഫോട്ടോ എടുക്കാനും താല്പര്യം. അവൾക്ക് നേച്ചറായിട്ടുള്ള കുറച്ച് ഫോട്ടോസ്, ലൈക്ക് ഇലകള്, പൂക്കള്, അതുമൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കണ കുറച്ച് ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞു. സോ അതൊക്കെ നമ്മൾ എടുത്ത് നോക്കിയതിനു ശേഷം അവിടുന്ന് പയ്യെ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഞങ്ങൾ പോയൊരു ടൈം എന്ന് പറയുന്നത് റൂമിൽ നിന്ന് ഞങ്ങളൊരു 3 o'clock ഇറങ്ങി ഒരു 3:20, 3:30 ആ ഒരു ടൈമിലായിപ്പിക്കും നമ്മൾ ഓൾമോസ്റ്റ് അവിടെ റീച്ച് ചെയ്തു. ലൈക്ക് ഒരു ഈവനിങ് ടൈം മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. നമ്മൾ രാവിലേക്കും പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു യൂസും ഉണ്ടാവില്ല. ലൈക്ക് ചൂടും ആ ഒരു ക്ലൈമറ്റ് ആയിരിക്കും, കാണാൻ മാത്രം വ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് ഈവനിങ് ടൈം അത് പക്കാ ടൈമാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വഴി ഈസിയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. നേരെ കാണുന്നത് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം, അതിൻ്റെ തൊട്ട് ബാക്കിൽ. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ വീഡിയോ കാണാം. നിങ്ങൾക്ക് ഇതേമാതിരി ടൂറിസ്റ്റ് പ്ലേസസ് ഫ്രീ ആയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകൾ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം ഒരുപാട് ഫാമിലീസ്, ഒരുപാട് റഷ്യൻസ്, മലയാളീസ്, തമിഴ്, അങ്ങനെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും അവിടെ എൻജോയ് ചെയ്യാൻ വന്നേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പിള്ളേരെ തന്നെ നോക്കാന്നുണ്ടെങ്കിൽ പിള്ളേരെ മയിലിനെ അടുത്ത് ഓടിച്ചെന്ന് അതിനെ തൊടാനായിട്ടും അതിൻ്റെ അടുത്ത് കളിക്കാൻ വേണ്ടി ഓടി പോണതായിട്ട് നമുക്ക് ഇവിടെ കാണും. സോ ചെറിയ പിള്ളേർക്ക് മാത്രമല്ല, ഏജ് ആയിട്ടുള്ളവർക്കായാലും ചെറിയ പിള്ളേർക്കായാലും മിഡിൽ ഏജേഴ്സിനായാലും ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കായാലും മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു കിഡിലൻ സ്പോട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ 2024 അതിനുള്ളിൽ അവർ ക്രിയേറ്റ് ചെയ്തേക്കണത് മാത്രം 1,85,000 ചെടികളോ അവരവിടെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. സോ അതെന്ന് പറയുന്നത് ഒരു വെറൈറ്റിയോ ദുബായ് സസ്റ്റൈനബിൾ പ്ലേസ് എന്നുള്ള രീതിയിലേക്ക് ആക്കാനായിട്ട് അവർ മാക്സിമം എഫേർട്ട് എടുത്ത് ട്രൈ ചെയ്യണതിന്റെ പക്ക എക്സാമ്പിൾ ഇത്. ലൈക്ക് 1984 ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മരുഭൂമിയായിരുന്നു. ബട്ട് ആസ് പെർ 2025 ആയപ്പോഴേക്കും വരുത്തിയേക്കണ ചേഞ്ചസ്. സോ ഒരു ബിഗ് റെസ്പെക്ട് തന്നെ നമുക്ക് UAE ഗവൺമെന്റിന് കൊടുക്കും. എന്താ പറയാ, മരുഭൂമിയിൽ നിന്ന് ഈ ഒരു മേക്ക് ഓവറിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ മേ ബി 2035 അല്ലെങ്കിൽ 2045 ആകുമ്പോഴേക്കുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്താൽ മനസ്സിലാവുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.